എല്ലാവർക്കും നമസ്കാരം. മഹാഭാരത ഹൃദയത്തിലേക്ക് സ്വാഗതം. ചൂതുകളിയിൽ എല്ലാം പണയം വെച്ച് തോറ്റ് അപമാനിതരായി പാഞ്ചാലി, പ്രത്യേകിച്ചും ഒരു സ്ത്രീ എന്ന നിലയിൽ സ്ത്രീത്വം അവഹേളിക്കപ്പെട്ട രംഗങ്ങൾ, ദുഃഖഭരിതമായ രംഗങ്ങൾ അവിടെ അരങ്ങേറി. അങ്ങനെ കുരുസഭയുടെ ധർമ്മം കാറ്റിൽ പറന്നുപോയി. എങ്കിലും ധീരന്മാരായ പാണ്ഡുപുത്രന്മാരുടെ സംയമനം കൊണ്ടും പാഞ്ചാലിയുടെ അവസരോചിതമായ ധർമ്മബോധം കൊണ്ടും വലിയ ഘോരമായ യുദ്ധമില്ലാതെ ആ ചൂതുകളി നാടകം അവിടെ അവസാനിച്ചു. പാഞ്ചാലി തൻ്റെ ബുദ്ധി കൊണ്ടും തൻ്റെ സ്വഭാവ വൈശിഷ്ട്യം കൊണ്ടും തൻ്റെ ഭർത്താക്കന്മാരെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടു. പ്രശ്നങ്ങളൊക്കെ അങ്ങനെ പരിഹരിക്കപ്പെട്ടു എന്ന് കരുതുമ്പോഴും പ്രശ്നത്തെ വീണ്ടും ഊതി പെരുപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി. അത് കർണൻ്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. കർണൻ പാണ്ഡവരെ കളിയാക്കിക്കൊണ്ട് പറയുകയാണ്, ധൃതരാഷ്ട്രപുത്രരും പാണ്ഡുപുത്രരും, പാണ്ഡുപുത്രൻ എന്നല്ല അദ്ദേഹം പറഞ്ഞത്, കുന്തിപുത്രൻ എന്നാണ് പറഞ്ഞത്. ധൃതരാഷ്ട്രപുത്രരും കുന്തിപുത്രന്മാരും തമ്മിൽ അത്യധികം ക്രോധ സമാവിഷ്ടമായ രംഗങ്ങളുണ്ടായി, ക്രോധ സമാവിഷ്ടരായി തീർന്നു. പക്ഷേ പറ്റിയ സന്ദർഭത്തിൽ പാഞ്ചാല രാജകുമാരി തങ്ങളുടെ ഭർത്താക്കന്മാരെ ശാന്തിയിലേക്ക് നയിച്ചു. അങ്ങനെ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന പാണ്ഡവന്മാരെ പാഞ്ചാലി രക്ഷിച്ചിരിക്കുന്നു. മനുഷ്യരിൽ സുന്ദരികളായ ഒട്ടേറെ പേരെ എനിക്കറിയാം. ഇത്രയധികം ബുദ്ധിപരമായി പ്രവർത്തിക്കുന്ന ആളുകളെ, സുന്ദരിമാരെ ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എന്ന് കർണൻ പറഞ്ഞുകൊണ്ട് പാണ്ഡവന്മാരെ ഒരു സ്ത്രീയെ ആശ്രയിച്ചാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം പറഞ്ഞാണ് കളിയാക്കിയത്. അത് കേട്ട് അസഹ്യമായ ക്രോധത്തോടുകൂടി ഭീമസേനൻ അമർഷവും ദുഃഖവും അമർത്തിപ്പിടിച്ചുകൊണ്ട് സ്വയം പറഞ്ഞു, കഷ്ടം, പാണ്ഡുപുത്രന്മാർ ഒരു സ്ത്രീയെ ആശ്രയിക്കുന്നവരായി പോയല്ലോ. എന്നിട്ട് ഉറക്കെ അർജുനനോട് പറഞ്ഞു, ധനഞ്ജയ, പണ്ട് ദേവല മഹർഷി ഇങ്ങനെ പറഞ്ഞു, ഒരു പുരുഷൻ 3 ജ്യോതിസ്സുകളോടുകൂടി ജീവിക്കുന്നു. ആ 3 ജ്യോതിസ്സുകൾ ഏതൊക്കെയാണ്? സന്താനം, കർമ്മം, ജ്ഞാനം ഇവയാണ്. അദ്ദേഹം പറഞ്ഞു വരുന്നത് ഒരു പക്ഷേ സന്താനങ്ങളെ കൊണ്ട് പിതൃക്കളോടുള്ള കടവും, കർമ്മം കൊണ്ട് ദേവന്മാരോടുള്ള കടവും, ജ്ഞാനം കൊണ്ട് ഋഷിമാരോടുള്ള കടവും തീർത്തിട്ട് മനുഷ്യൻ കൃതകൃത്യനാകുന്നു എന്ന കാര്യമായിരിക്കാം. അദ്ദേഹം പറയുന്നത് 3 ജ്യോതിസ്സുകളെ കൊണ്ടാണ് ഒരു പുരുഷൻ ശോഭിക്കുന്നത്. നമ്മുടെ പ്രാണൻ പോയിട്ട് ഈ ശരീരം അശുദ്ധമായി തീരുമ്പോൾ, ചേതനയേറ്റ് നിൽക്കുമ്പോൾ, അശുദ്ധമായിരിക്കുമ്പോൾ, ബന്ധുജനങ്ങൾ പോലും ഇതിനെ ഉപേക്ഷിക്കുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നത് ഈ 3 ജ്യോതിസ്സുകൾ മാത്രമാണ്. പക്ഷേ അർജുന, ഈ 3 നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. പരപുരുഷൻ സ്പർശിച്ച ഒരു പത്നിയെയാണ് ഇപ്പോൾ നമ്മൾ കൂടെ നടത്തുന്നത്. പരപുരുഷൻ സ്പർശിച്ച ഈ പത്നിയിൽ നമുക്കുണ്ടാകുന്ന സന്താനങ്ങൾ ഇനി എങ്ങനെയുള്ളവരായിരിക്കും? ഭാവിയിൽ അവരെ എങ്ങനെയാണ് ആളുകൾ കാണുക എന്നുള്ള ആശങ്കയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. സന്താനങ്ങൾക്ക് ദുഷ്പേരുണ്ടാവുകയില്ലേ എന്നാണ് ഭീമൻ്റെ ആശങ്ക. അത് കേട്ട് അർജുനൻ ശാന്തചിത്തനായിട്ട് പറഞ്ഞു, ആ രീതിയിൽ അങ്ങ് ചിന്തിക്കരുത്. ദുർജനങ്ങൾ വാക്കുകൾ കൊണ്ട് പല അധിക്ഷേപങ്ങളും ചെയ്യും, പലതരത്തിലും പറയും. പക്ഷേ സൽപുരുഷന്മാർ അതിനോട് പ്രതിവചനം ചെയ്യാറില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഭീമൻ യുധിഷ്ഠിരൻ്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, രാജാവേ, ഇവിടുന്ന് പുറത്തിറങ്ങിയ ശേഷം ഈ നൂറ്റന്മാരെ മൊത്തം ഇപ്പോൾ തന്നെ ഞാൻ വകവരുത്തിയാൽ എന്താണ് കുഴപ്പം? നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് അന്യോന്യം വാദവിവാദങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. ഈ ദുര്യോധനാദികളായ 100 പേരെയും ഞാൻ ഇപ്പോൾ തന്നെ ശരിപ്പെടുത്തി കളയാം. എന്നിട്ട് അങ്ങ് ഈ ലോകം അടക്കി ഭരിക്കണം. ഇങ്ങനെ ക്രുദ്ധനായ ഭീമസേനൻ മാനുകൾക്കിടയിൽ ഒരു സിംഹത്തെ പോലെ ഗർജിക്കുകയും ഈ ധൃതരാഷ്ട്രപുത്രന്മാരെ കോപത്തോട് കൂടിയിട്ട് നോക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്നും തീപ്പാറി, അദ്ദേഹത്തിൻ്റെ ചെവിയിൽ നിന്നും മറ്റും അഗ്നിനാളങ്ങൾ പാറി വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അർജുനൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുകയാണ്. അർജുനൻ അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചു, ശാന്തമായ വാക്കുകളെ കൊണ്ടും മറ്റും പിന്തിരിപ്പിക്കുകയാണ്. ഭീമൻ്റെ വളഞ്ഞ പുരികങ്ങളും ഭയാനകമായ മുഖവും അതുപോലെ ലോകാവസാനത്തെ സൂചിപ്പിക്കുന്ന കാലനെപ്പോലെ, ലോകാവസാന കാലത്തെ കാലനെപ്പോലെ അത്യധികം രോഷാകുലനായിട്ടാണ് ഭീമനെ കാണപ്പെട്ടത്. നൂറ്റന്മാരെ വീണ്ടും വീണ്ടും തുറച്ചു നോക്കുകയും മുന്നോട്ടാഞ്ഞ് അവരെ ആക്രമിക്കാൻ വരികയും ചെയ്യുന്ന ആ ഭീമസേനനെ യുധിഷ്ഠിര മഹാരാജാവ് തൻ്റെ ഒരു കൈ കൊണ്ട് തടുത്ത് നിർത്തി. മഹാബലശാലിയായിട്ടുള്ള യുധിഷ്ഠിരനേക്കാൾ എത്രയോ മടങ്ങ് ബലമുള്ള ആ ബലശാലിയായ ഭീമസേനനെ
ഒരു കൈ കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് തടഞ്ഞു നിർത്തി. എന്തുകൊണ്ടാണ് അങ്ങനെ തടഞ്ഞു നിർത്താൻ സാധിച്ചത്? അദ്ദേഹം തൻ്റെ ജ്യേഷ്ഠനെ അതിക്രമിച്ചുകൊണ്ട് ഒരടി പോലും, ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോവുകയില്ല. ഭീമനെ സമാധാനിപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, അരുത്, ശാന്തനാകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഭീമനെ തടഞ്ഞ ശേഷം യുധിഷ്ഠിര മഹാരാജാവ് നേരെ ധൃതരാഷ്ട്രരുടെ അടുത്തേക്ക് പോയി മുന്നിൽ ചെന്നു. അദ്ദേഹത്തെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു, രാജാവേ, അങ്ങ് കൽപ്പിച്ചാലും അങ്ങയുടെ ഏത് ആജ്ഞയും ശിരസാവഹിച്ചുകൊണ്ട് അങ്ങയ്ക്ക് കീഴടങ്ങി ഞങ്ങൾ ജീവിക്കുന്നതാണ്. അതാണ് യുധിഷ്ഠിരൻ്റെ പ്രതിജ്ഞയും. തൻ്റെ ബന്ധുക്കൾക്കും തൻ്റെ സഹോദരങ്ങൾക്ക്, മറ്റ് രാജാക്കന്മാർക്ക് അഹിതമായിട്ട് ഒന്നും തന്നെ താൻ പറയുകയില്ല, പ്രവർത്തിക്കുകയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിജ്ഞ ലോകമംഗളത്തിന് വേണ്ടിയിട്ട്, ഭാവിയിൽ ഒരു യുദ്ധം കൊണ്ട് രാജാക്കന്മാർ മുഴുവൻ വംശനാശം വന്നുപോകും എന്നുള്ള വ്യാസൻ്റെ ഭാവി പ്രവചനം കേട്ട് ഇനി 13 വർഷത്തേക്ക് താൻ വാക്പാരുഷ്യം ചെയ്യുകയില്ല, ആരോടും മോശമായിട്ട് പെരുമാറുകയില്ല, ആർക്കും അഹിതം ചെയ്യുകയില്ല എന്നുള്ള തൻ്റെ പ്രതിജ്ഞ, പ്രത്യേകിച്ച് തൻ്റെ ബന്ധുജനങ്ങളോട് ആ പ്രതിജ്ഞ നിർവഹിച്ചതുകൊണ്ടാണ് അദ്ദേഹം ശകുനി പറയുമ്പോൾ തൻ്റെ പത്നിയെ പോലും പണയം വെക്കുകയും അവർ പറഞ്ഞതനുസരിച്ച് കളിക്കുകയും പണയം വെക്കുകയും തോൽക്കുകയും അപമാനങ്ങൾ അദ്ദേഹം സഹിക്കുകയും ചെയ്തത് എന്ന കാര്യം നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഈ പ്രതിജ്ഞയെക്കുറിച്ച് മഹാഭാരതം സഭാപർവത്തിലെ 46-ാം അധ്യായത്തിലാണ് പറയുന്നത്. ഇത് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം, ഈ പ്രതിജ്ഞയെക്കുറിച്ച് മനഃപൂർവ്വമോ അല്ലാതെയോ നമ്മുടെ പണ്ഡിത ശ്രേഷ്ഠന്മാർ അറിവില്ലായ്മ നടിക്കുന്നു, അല്ലെങ്കിൽ അതിനെ അവർ മറന്നു കളയുന്നു. എന്നിട്ട് യുധിഷ്ഠിരൻ വലിയ പാതകമെന്തോ ചെയ്തു. ഭാര്യയെ പണയം വെച്ച് കളിച്ചത്, ചൂത് കളിച്ചത് അധാർമികമാണ്, അദ്ദേഹത്തിന് പറ്റിയ വലിയ ഒരു പ്രമാദമാണ് എന്ന് പലരും പ്രസംഗിക്കാരും എഴുതാറുമുണ്ട്. നിരവധി ഗ്രന്ഥങ്ങളിൽ അങ്ങനെ കാണാൻ സാധിക്കും. പക്ഷേ അത് ശരിയല്ല. ഈ 46-ാം അധ്യായം പല പണ്ഡിതന്മാരും കണ്ടില്ലെന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അവരത് വേണ്ടതുപോലെ പഠിക്കുകയോ ചെയ്യാതെയാണ് യുധിഷ്ഠിരനെക്കുറിച്ച് ഈ രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ആവർത്തിച്ച് പറയുന്നത്. എന്താണ് ഈ പ്രതിജ്ഞയുടെ പ്രാധാന്യം? അവിടെ മാത്രം പറയുന്നതാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. യുദ്ധാവസാനത്തിൽ, കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ അവസാനം സ്ത്രീപർവത്തിൽ 8-ാം അധ്യായത്തിൽ വ്യാസഭഗവാൻ തന്നെ ധൃതരാഷ്ട്ര മഹാരാജാവിനോട്, തൻ്റെ മക്കളൊക്കെ മരിച്ച് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന, അതുപോലെ പാണ്ഡവന്മാരോട് ഉള്ളിൽ ക്രോധം, അമർഷം അമർത്തിപ്പിടിച്ച് നിൽക്കുന്ന ധൃതരാഷ്ട്ര മഹാരാജാവിനോട് വ്യാസൻ ഈ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. രാജാവേ, ഈ യുധിഷ്ഠിരനോട് മുമ്പേ തന്നെ രഹസ്യമായി ഈ യുദ്ധത്തെക്കുറിച്ചും ഈ നാശത്തെക്കുറിച്ചും ഞാൻ വെളിപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാം സഹിച്ചുകൊണ്ട് സ്വയം നിയന്ത്രിച്ച് കൗരവന്മാർ തമ്മിലുള്ള യുദ്ധം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചത്. പക്ഷേ ആ ശ്രമം ഇപ്പോൾ വിഫലമായിരിക്കുന്നു എന്ന് പറയുന്നു. ശ്ലോകം ഇതാണ്. 8-ാം അധ്യായത്തിൽ, സ്ത്രീപർവം 8-ാം അധ്യായത്തിലെ 42-ാമത്തെ ശ്ലോകത്തിലാണ് വ്യാസൻ പറയുന്നത്, യതിദം ധർമ്മപുത്രേണ മയാ ഗുഹ്യേ നിവേദിതേ അവിഗ്രഹേ കൗരവാണാം ദൈവം തു ബലവത്തരം. അങ്ങനെ അദ്ദേഹം സ്വയം നിയന്ത്രണം പാലിച്ച് ജീവിച്ചു, എല്ലാം സഹിച്ച് യുദ്ധം ഒഴിവാക്കാൻ ശ്രമിച്ചുവെങ്കിലും വിധിയാണ്, പ്രാരബ്ധമാണ് പൗരുഷത്തേക്കാൾ ബലവാനായിരിക്കുന്നത് എന്ന കാര്യമാണ് ഇവിടെ വ്യക്തമായിരിക്കുന്നത് എന്ന് വ്യാസൻ അവിടെ പറയുന്നു. അപ്പോൾ എല്ലാ തരത്തിലും യുധിഷ്ഠിര മഹാരാജാവ് ധർമ്മത്തിനനുസരിച്ച് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അധാർമികമായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. തൻ്റെ പത്നിയെ പണയം വെച്ചതും ചൂതുകളിൽ എല്ലാം നഷ്ടപ്പെടുത്തിയതും വാസ്തവത്തിൽ മഹത്തായ ഒരു ധർമ്മത്തിന് വേണ്ടിയിട്ടാണ്, ലോകമാനവഹിതത്തിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം തന്നെയും തൻ്റെ കുടുംബത്തെയും തൻ്റെ സഹോദരന്മാരെയും തൻ്റെ പത്നിയെയും വലിയ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടത് എന്നുള്ളതാണ്. അപ്പോൾ ത്യജേതേകം കുലസ്യാർത്ഥേ ഗ്രാമസ്യാർത്ഥേ കുലം ത്യജേത് ഗ്രാമം ജനപദസ്യാർത്ഥേ. വലുതിനു വേണ്ടി ചെറുതിനെ ഉപേക്ഷിക്കുക, ഗ്രാമത്തിന് വേണ്ടി കുടുംബത്തെ ഉപേക്ഷിക്കുക, കുടുംബത്തിന് വേണ്ടിയിട്ട് വ്യക്തിയെ ഉപേക്ഷിക്കുക, രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് ഗ്രാമത്തെ ഉപേക്ഷിക്കുക. ഇങ്ങനെ വലുതിനു വേണ്ടി ചെറുതിനെ ഉപേക്ഷിക്കുന്ന ധർമ്മത്തിൻ്റെ സൂക്ഷ്മതയെ വേണ്ടതുപോലെ പഠിച്ചിട്ടാണ്, ലോകഹിതത്തിന് വേണ്ടിയിട്ട്, ലോകകല്യാണത്തിന് വേണ്ടിയിട്ടാണ് യുധിഷ്ഠിര മഹാരാജാവ് ഈ ദുഃഖത്തെ സഹിച്ചത് എന്ന കാര്യം നമ്മൾ എന്നും മഹാഭാരതം പഠിക്കുന്നവരൊക്കെ തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവിടെ ധൃതരാഷ്ട്ര മഹാരാജാവ് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അജാതശത്രോ, അങ്ങക്ക് നന്മയുണ്ടാകട്ടെ, മംഗളമുണ്ടാകട്ടെ, ധനം കൊണ്ട് സ്വരാജ്യം ഭരിക്കുക. അതാണ് ഈ വൃദ്ധന് അങ്ങയോട് പറയാനുള്ളത്. ധർമ്മത്തിൻ്റെ സൂക്ഷ്മഗതി അങ്ങേക്ക് അറിയാമല്ലോ, അങ്ങ് ബുദ്ധിമാനാണ്, ധർമ്മം പഠിച്ചവനാണ്, വിദ്യയുള്ളവനാണ്, വൃദ്ധന്മാരെ ഉപാസിച്ചവനാണ്. ബുദ്ധിയുള്ളിടത്ത് ശാന്തി ഉണ്ടായിരിക്കും. അതുകൊണ്ട് അങ്ങേക്ക് ശാന്തി കൈവരും. അന്യർ ചെയ്ത നല്ല കാര്യങ്ങൾ മാത്രം ഓർക്കുക, ദുഷിച്ച കാര്യങ്ങൾ, ദുഷ്ടമായ കാര്യങ്ങൾ, ദുഷ്കർമ്മങ്ങൾ നമ്മൾ ഓർക്കാതിരിക്കുക. അതാണ് സൽപുരുഷന്മാരുടെ ലക്ഷണം. സംവാദേ പരുഷണ്യാഹുർ യുധിഷ്ഠിര നരാധമാ പ്രത്യാഹുർ മധ്യമാസ്തു ഏതേനുക്ത പരുഷമുത്തരം നചോക്ത
നൈവ ചാനുക്താസ്ത്വഹിതാ പരുഷാഗിര പ്രതിജൽപ്പന്ത്യവൈ ധീരാ സദാതൂത്തമ പുരുഷ. അദ്ദേഹം പറഞ്ഞ ആ ലോകതത്വം ഇതാണ്. സംവാദങ്ങളിൽ ദുഷ്ടാത്മാക്കളായ ആളുകൾ നീചന്മാരെന്ത് ചെയ്യും? പരുഷമായ വാക്യങ്ങൾ പറയും. അപ്പോൾ മധ്യമ പുരുഷന്മാർ, ഇടയിൽപ്പെട്ട മീഡിയം ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? ആദ്യം ഒന്നും പറഞ്ഞില്ലെങ്കിലും, പരുഷവാക്കുകൾ പറഞ്ഞില്ലെങ്കിലും മറുപടിയായിട്ട് പരുഷവാക്കുകൾ തന്നെ മറുപടിയായിട്ട് പറഞ്ഞ് പ്രതികരണം ചെയ്യുന്നവർ മധ്യമ പുരുഷന്മാരാകുന്നു. തങ്ങളോട് പരുഷവാക്കുകൾ പറഞ്ഞാലും ഇല്ലെങ്കിലും എന്നും ശാന്തിയെ സ്വീകരിച്ചുകൊണ്ട് പ്രതിവചനം ചെയ്യാതിരിക്കുന്ന ആളുകളാണ് ഉത്തമ പുരുഷന്മാർ എന്നാണ് ധൃതരാഷ്ട്രർ പറഞ്ഞതിൻ്റെ അർത്ഥം. അതുകൊണ്ട് നിങ്ങൾ ദുര്യോധനൻ്റെ മോശമായ പെരുമാറ്റം ഒരിക്കലും നിങ്ങൾ മോശമായി കരുതരുത്. അത് മനസ്സിൽ വെച്ച് നടക്കരുത്. ഗുണകാംക്ഷയോടെ ജീവിക്കുക. ഗാന്ധാരിയെ ഓർക്കുക. വൃദ്ധനും അന്ധനുമായ എന്നെയും ഓർത്തുകൊണ്ട് നിങ്ങളെല്ലാം ക്ഷമിക്കാൻ തയ്യാറാകണം. ഞാൻ ബന്ധുമിത്രാദികളെ കാണാൻ വേണ്ടിയിട്ടും മക്കളുടെ ബലാബലം അറിയാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ സന്തോഷം കാണാൻ വേണ്ടിയിട്ടുമാണ് ചൂതുകളിലേക്ക് നിങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്. ഇനി അങ്ങോട്ട് നീ നിൻ്റെ രാജ്യം ഭരിക്കുക. നിൻ്റെ ഭരണ നൈപുണ്യം കൊണ്ടും വിതുരരുടെ അറിവ് കൊണ്ടും ഈ കുരുവംശം എക്കാലവും നിലനിൽക്കും. ആ വംശത്തിന് ദുഃഖമുണ്ടാവുകയില്ല. ത്വധർമ്മോ അർജുനേ ധൈര്യ ഭീമസേനേ പരാക്രമ ശ്രദ്ധാ ച ഗുരുശുശ്രൂഷായമയോ പുരുഷാഗ്രയോ അജാതശത്രോ ഭദ്രന്തെ ഖണ്ഡവപ്രസ്ഥമാവിശ ഭ്രാതൃഭേസ്തേസ്തു സൗഭ്രാത്രം ധർമ്മേ തേ ധീയതാം മന. അദ്ദേഹം ഉപദേശിക്കുകയാണ്, നിന്നിൽ ധർമ്മവും അർജുനനിൽ ധൈര്യവും ഭീമസേനനിൽ പരാക്രമവും നകുല സഹദേവന്മാർക്ക് ഗുരുശുശ്രൂഷയിലൊരു ശ്രദ്ധയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്നായി രാജ്യം ഭരിക്കുക, നന്മയുണ്ടാക്കട്ടെ, ഖണ്ഡപ്രസ്ഥത്തിലേക്ക് പോവുക, സഹോദരന്മാരോടൊപ്പം ആ സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് ധർമ്മത്തിൽ മനസ്സ് വെച്ചുകൊണ്ട് രാജ്യം ഭരിക്കുക എന്ന ഉപദേശം കൊടുത്ത് പറഞ്ഞയച്ചു. പാണ്ഡവന്മാർ എല്ലാം ശാന്തമായി, എല്ലാം തീർന്നു എന്ന ആ സമാധാനത്തോടു കൂടി സന്തോഷവാന്മാരായിട്ട് തങ്ങളുടെ കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു.